ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തുമ്മലോട് കൂടിയിട്ടാണ് തുടങ്ങിയത്. ഈ ജൂൺ മാസം തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. നല്ല തുമ്മലും അതുപോലെ കണ്ണൊക്കെ ചൊറിഞ്ഞിട്ട് ഭയങ്കര റെഡ് കളറായിട്ടിരിക്കും. തുമ്മലെന്ന് പറഞ്ഞാൽ അത്രയും തുമ്മലായിരിക്കും കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല, അങ്ങനെ ഡിസ്റ്റർബായിരിക്കും. അപ്പോൾ അതിന് ഡോക്ടറെ കാണിച്ചാൽ അപ്പം മാത്രം ഒരു കുറവുണ്ടാവും, പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെയാണ് സാധാരണ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇന്ന് നമ്മൾ അനുക്കുട്ടിന് കൊടുത്തു വിടുന്നത് മോര് കാച്ചിയതാണ് കേട്ടോ. അവനങ്ങനെ കറിയൊന്നും കൂട്ടില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ മോര് കാച്ചിയതും സോയാബീൻ വറുത്തതുമാണ് കേട്ടോ ഇന്ന് കൊടുത്തു വിടുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ പത്തിരി ഇല്ലേ, മറ്റേ കനുള്ള പത്തിരി, കൈ കൊണ്ട് നമ്മൾ പരത്തുന്ന ആ പത്തിരിയാണ്. പിന്നെ ഉപ്പേരി ഉണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ പരിപാടികൾ. പിന്നെ ഇത് കൂടാതെ അമ്മ ചക്ക ഉണ്ടാക്കുന്നുണ്ട്. ചക്ക എന്താ പറയുക, ചക്ക ഉപ്പേരിന്നോ ചക്ക ഡിഷ് അങ്ങനെ പറയാം തൽക്കാലം. കടുകൊക്കെ വറുത്തിട്ടിടുന്ന സംഭവം. അത് ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അമ്മ അത് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ കഴിച്ചോളൂ കേട്ടാന്ന് പറഞ്ഞിട്ട് അമ്മ ഉണ്ടാക്കുകയാണ് രാവിലെ ഇതിനിടയിൽ. അമ്മയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അമ്മ മക്കൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതിനെ ഭയങ്കര പ്രിഫറൻസ് കൊടുക്കുന്ന ആളാണ് കേട്ടോ. അതിപ്പോൾ അമ്മയ്ക്ക് എത്ര വയ്യെങ്കിലും പിന്നെ ജോലിക്ക് പോകണം, 5-5:30 ആവും എത്താൻ, എന്നാൽ പോലും ഇപ്പോൾ ഓണത്തിരക്കിൻ്റെ ഇടയിലായാലും ഇനിയിപ്പോൾ വന്നിട്ട് അത്രയും ടയർഡാണെങ്കിലും അതൊന്നും അമ്മ മൈൻഡാക്കില്ല. അപ്പോൾ എന്തെങ്കിലും സാധനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞാലോ അമ്മ ഒന്നും നോക്കാൻ, അത് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയായിരിക്കും. ഇതിപ്പോൾ ഞാനിവിടെ പറയാൻ കാരണം അമ്മ അവിടെ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ സാധാരണ ഇപ്പോൾ സ്കൂൾ തുറന്നപ്പോഴാണ് അങ്ങനെ ഞങ്ങൾ ചെയ്യാറ്. സ്കൂളില്ലാത്ത ദിവസം അമ്മ കിച്ചണിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഫ്രീ ആവണ സമയത്തേക്കൊക്കെ ഞാൻ എണീറ്റ് വരുന്നുണ്ടാവുള്ളൂ. അമ്മയ്ക്ക് ചില സമയത്ത് അത്രയും വയ്യാതാകുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പറയും, നിങ്ങൾക്ക് കുറച്ചുകൂടി നേരത്തെ എണീറ്റൂടെയാണ്. പക്ഷെ എന്നാൽ പോലും നമ്മളതിനെ അങ്ങനെ ഫോഴ്സ് ചെയ്ത് ഭയങ്കര പ്രശ്നമാക്കി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പം അതൊക്കെ ഒരു താങ്ക്ഫുള്ളി വീഡിയോ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഓട്ടോയുടെ പിന്നിലെ കഥ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതൊക്കെ ആകെ കോളായിട്ടായിരിക്കുന്നത്, ശരിയാക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ അഞ്ജുവിനൊന്ന് മോർണിംഗ് ആണ്. അപ്പോൾ അവളെ ഇറങ്ങാൻ നിൽക്കാട്ടൻ കൊണ്ടാക്കുകയാണ്. അപ്പം ജസ്റ്റ് ഞാൻ അവരെ ഒന്ന് കാണിച്ചത്. 8 മണിയായിട്ടുണ്ട്. അപ്പം നമുക്ക് അനുക്കുട്ടനെ ഇനി ഉണർത്താം. ഗുഡ് മോർണിംഗ് അനുക്കുട്ട. ഏ ഗുഡ് ബോയ് ആണ് കേട്ടോ അനുക്കുട്ട. അനുക്കുട്ട വേഗം എണീക്കണ കണ്ടോട്ടോ. അമ്മേ ഇതെന്താ എക്സ്റേ എടുത്ത ചെയ്യാം. വാ വാ വാ, ഇനി പൊതക്കല്ലേ. അങ്ങോട്ട് വാടാ, അങ്ങോട്ട് വാടാ, അങ്ങോട്ട് വാടാ. ഇനി വാ വേഗം. അയ്യോ നീക്ക് വീണ്ടും കിടന്നാ. വാ, ഗുഡ് ബോയ് ആയിട്ട് നിക്ക്, സൂപ്പർ ബോയ് ആയിട്ട് വാ. എടുക്കാനാണ് കേട്ടോ. വേഗം 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 പൊന്തട്ടെ, അങ്ങനെ പൊന്തട്ടെ, പൊന്തട്ടെ, അങ്ങനെ പൊന്തട്ടെ. ഇതാ ബ്രഷ് പേസ്റ്റ് ആക്കി വെച്ചിട്ട്. അനുക്കൂട്ടം ബ്രഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അവൻ്റെ ചോറൊക്കെ പാത്രത്തിലാക്കാം. കറിയായിട്ട് മോര് കാച്ചിയതാണ്, അത് ഓൾറെഡി പാത്രത്തിലാക്കി. പിന്നെ നമ്മൾ ചോറും ഉപ്പേരിയും പിന്നെന്താ സോയാബീൻ വറുത്തതും വെച്ചിട്ടുണ്ട്. സൂപ്പർ. അപ്പോൾ അനുക്കൂട്ടൻ്റെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിന് മോര് കാച്ചിയതാണ്. അനുക്കൂട്ടിന് മോര് കാച്ചിയത് ഇഷ്ടമാണ്. അനുട്ട കറി കൂട്ടില്ല അല്ലേ? ഗുഡ് ബോയ് ഓർ ബാഡ് ബോയ്? ഓക്കെ, ഇപ്പോൾ ലഞ്ച് ബോക്സ് റെഡി. ഇനി നമുക്ക് അവനെ കുളിപ്പിക്കാം. മഴ പെയ്തു ഗൈസ്. അങ്ങനെ അനുക്കുട്ടൻ കുളി കഴിഞ്ഞ് യൂണിഫോം ഒക്കെ മാറ്റി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചായ കുടിക്കണം. നമുക്ക് ചായക്ക് മറ്റേ പത്തിരിയാണ്, കൈപ്പത്തിരി, കട്ടിപ്പത്തിരി എന്നൊക്കെ പറയില്ല അത്. അപ്പം അനുക്കുട്ടന് ഈ പത്തിരി ഇഷ്ടമല്ല, നൈസ് പത്തിരിയാണ് ഇഷ്ടം. പക്ഷെ ഒന്നും പറയുന്നില്ല, കൊണ്ടുകൊടുക്കാം, കഴിക്കാൻ നോക്കാം. ഒന്നുമില്ല, ചായ കുടിക്കാം. ഗുഡ് ബോയ് ആയിട്ട് കഴിക്കണേ. എവിടെ ഇരിക്കണേ? വിചാരിച്ച പോലെ തന്നെ അനുകൂട്ടം പത്തിരി കഴിച്ചില്ല, ഒരു കഷ്ണം മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കാര്യം ആലോചിച്ചു. ഞാനും ഇതുപോലെ എന്ത് തന്നാലും വേണ്ട എനിക്കിഷ്ടമല്ല അങ്ങനെ പറയും. അപ്പം വീട്ടിലെല്ലാവരും പറയും നമ്മളെന്ത് തന്നാലും കഴിക്കണം, അങ്ങനെ വേണമെന്നൊക്കെ. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കുട്ടികളുടെ മീൻസ് അമ്മമാരാകുമ്പോഴാണ് കുട്ടികൾ കഴിക്കാതെ ആകുമ്പോൾ എന്തുകൊണ്ടാണ് വിഷമം എന്നുള്ളതൊക്കെ ഇപ്പം റിയലൈസ് ചെയ്യുന്നുണ്ട്. ഞാനിക്കൂട്ടെ എന്നെ തുപ്പലാക്കി. ഒന്ന് കാണാനും
ഞാനോ കേട്ടോ പോലെ ഞങ്ങള് വിചാരിച്ച് എന്നും അവിടെ പോയിട്ട് നിന്ന് വല്ല ഓട്ടോ വരാതെ കാലൊക്കെ വരെ അപ്പൊ വിചാരിച്ചു 9 മണിക്ക് ഞങ്ങൾ ഇവിടെ ഇറങ്ങും ഞങ്ങള് ചായയൊക്കെ കുടിച്ചു. ഞങ്ങളല്ല, അനുക്കുട്ടൻ വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഹോൺ അടി കേൾക്കുമ്പോ പോവാം. ഓക്കെ, അപ്പം അനുട്ടൻ്റെ ഓട്ടോ ഇപ്പോൾ വരും. അപ്പം നമുക്ക് റോട്ടിൽ പോയി നിൽക്കാം. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. അറിയോ മീ കിട്ടണില്ല. മഷിത്തണ്ട് മഷിത്തണ്ടല്ല, എന്താണ് മയക്കണതുണ്ട്. ഇതിൻ്റെ ആ സാധനമില്ലേ, അതിങ്ങനെ പൊട്ടിച്ചാൽ അതിമുള്ള ആ തണ്ടിലുള്ള സാധനം വെച്ചിട്ട് നിങ്ങൾ സ്ലേറ്റ് മയക്കും. സ്ലേറ്റാണ് മയക്കുക. പിന്നെ ഈ ചെടിയിൽ തന്നെ കോഴി ഉണ്ടാവും ഇതിൻ്റെ മേലെ, കാണാനില്ല. ഇതിൻ്റെ മേൽഭാഗത്തായിട്ടുണ്ടാവും. കോഴി ജനിച്ചിട്ടില്ല. ഇതിൻ്റെ ഇല വെച്ചും മായ്ക്കാൻ പറ്റും തോന്നുന്നുണ്ട്. എനിക്ക് ഓർമ്മ കിട്ടണില്ല, പണ്ടത്തെ കാര്യമല്ലേ. പിന്നെ ഇല്ലേ ഇതിങ്ങനെ ഇതാക്കിയിട്ട് മായ്ച്ച് പൊറാട്ട ഉണ്ടാക്കും ഞങ്ങൾ. ഇത് ഞങ്ങളിങ്ങനെ ഓരോ ഇല്ല, എന്നിട്ട് കീറിയിട്ടൊന്നുമില്ല. ഇത് പൊറാട്ട ഉണ്ടാക്കും. ഇതായിട്ട് ഇതെവിടെ കീറിയിട്ടൊന്നുമില്ല. ഈ ഭക്ഷണം രാവിലെ പത്തിരി കഴിച്ചില്ലല്ലോ, പൊറോട്ട കഴിച്ചോ? കഴിച്ചോ? ഇപ്പൊ പോയിട്ടുള്ളൂ, ഇനിയിപ്പൊ ഇങ്ങോട്ട് വരാൻ നേരം വൈകും. ഈ വിളിക്കല്ലേ, വിളിക്കാതെ തന്നെ അച്ഛമ്മ തിരിയും, ഉറപ്പാ. അതാ തിരിഞ്ഞ്. അങ്ങനെ അനുക്കുട്ടിൻ്റെ വണ്ടി വന്നതാട്ടോ. അവൻ പോയി കഴിഞ്ഞു, തുടച്ചു, തുണി കഴുകി ഉണക്കായിട്ടുണ്ട്. അത് കഴിഞ്ഞ് തുറട്ടിട്ട് കുളിക്കണം. എന്തൊന്നൊരു മൂടില്ലാത്ത ദിവസം. ഒരു എന്താ പറയുക, ചില ദിവസം നമുക്കൊരു എനർജി ഉണ്ടാവില്ലല്ലോ, ഒന്നും ചെയ്യാനും തോന്നാത്ത അങ്ങനത്തെ ഒരു മടി പിടിച്ച ദിവസമാണ്. അങ്ങനെ മടി പിടിച്ച അവസാനം മടിയൊക്കെ മാറ്റി ഞാൻ കുളിച്ചു വന്നു. ഇനി നമുക്ക് ചോറുണ്ട്. അപ്പം നല്ല മുളകിട്ട മീൻ കറിയും ചോറും കുറച്ച് നമ്മൾ രാവിലെ ഉണ്ടാക്കിയില്ലേ ചക്കയുടെ ഉപ്പേരി, അതുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൽ കറി ഒഴിച്ച് കഴിച്ചു നോക്കി, അതത്ര കൊള്ളൂലായിരുന്നു. അത് തന്നെ കഴിക്കാനാട്ടോ ടേസ്റ്റ്, കറി ഇല്ലാതെ. അങ്ങനെ അനുക്കുട്ടൻ വന്നു, അവന് അവിടെ ചായയൊക്കെ കൊടുത്തു. പിന്നെ നാളത്തേക്ക് വെള്ളയപ്പമാണ്, അപ്പോൾ അതിനുള്ള പരിപാടികളാണ് കേട്ടോ. തേങ്ങ ചിരകി അരിയൊക്കെ അരയ്ക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനുക്കുട്ടൻ്റെ സ്കൂളിൽ നിന്ന് മെസ്സേജ് വരുന്നത്, നാളെ എൻവയോൺമെൻറ്റ് അല്ലേ, അപ്പം പോസ്റ്റർ തയ്യാറാക്കാറുണ്ട്. അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണം. യദുവിനെ വെയിറ്റ് ചെയ്ത് ഞാൻ മടുത്തു ഗൈസ്. ഞാൻ പുറത്ത് പോയില്ല, വാങ്ങാൻ വേണ്ടി റെഡി ആയി. പക്ഷേ യദു ലേറ്റ് ആയതുകൊണ്ട് ചാർട്ട് പേപ്പർ അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിച്ചുട്ടാ. ഇപ്പം അനുക്കുട്ടനാ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രാക്ടീസ് ചെയ്യാണ് നാളത്തെ. അല്ലേ, നാളെന്താ അവനത് അറിയാൻ സംഭവം, പക്ഷെ ആ വേർഡ് പറയാൻ അല്ലേ, എൻവയോൺമെന്റ് ഡേ പറഞ്ഞേ. ഓക്കെ, അപ്പോൾ പോസ്റ്റർ മേക്കിങ്ങിനുണ്ട്, അതിനാണ് കേട്ടോ ഇതൊക്കെ റെഡി ആക്കണത്. അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ കുട്ടനെ പഠിപ്പിക്കുകയാണ്. കുട്ട ബായ് പറ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.